ജാനുവരി 26 ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമായ ദിവസം. ഓരോ മനുഷ്യന്റെയും മൗലിക അവകാശങ്ങൾ നേടിക്കൊടുത്ത ദിവസം. ജാതിയും മതവും നിറവുമെല്ലാം സമന്നമായ ദിവസം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാജഭരണങ്ങൾക്കും അധിനിവേശങ്ങൾക്കും ജാതി മത വർണ്ണ വിവേചനങ്ങൾക്കും വിധേയരായി ജീവിച്ചിരുന്ന ഇന്ത്യൻ ജനത 1947 ഓഗസ്റ്റ് 15 അവസാന അധിനിവേശക്കാരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നും തങ്ങളുടെ സ്വാതന്ത്ര്യം പിടിച്ചുവാങ്ങി. എന്നാൽ സ്വാതന്ത്ര്യം മാത്രം പോരാ. ഒരിക്കലും ഒരു മനുഷ്യനും മതവും നിറവും ഇന്ത്യൻ ജനതയ്ക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കാതിരിക്കാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ 1947 ഓഗസ്റ്റ് 29 സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒത്തുചേർന്നു. ഒരു സഭ രൂപീകരിക്കുന്നു, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി, അതായത് ഭരണഘടനാ സഭ. ഏതാണ്ട് 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു ഒരു പരമോന്നത നിയമഗ്രന്ഥം രൂപകൽപ്പന ചെയ്തു, ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ 1950 ജനുവരി 26 ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി. അന്നു മുതൽ രാജ്യത്തിന്റെ അധികാരം ജനങ്ങളുടെ കൈകളിലായി. രാഷ്ട്രപതി രാഷ്ട്ര തലവനായി. ഓരോ പൗരനും മൗലിക അവകാശങ്ങൾ ലഭിച്ചു. 1950 ജനുവരി 26 ഇന്ത്യക്കാർ പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനാൽ ജാനുവരി 26 എന്ന തീയതി അഭിമാനത്തോടെ തിരഞ്ഞെടുത്തു. സമത്വവും മതസ്വാതന്ത്ര്യവും ഓരോ ഇന്ത്യൻ പൗരന്റെ വോട്ടവകാശവും നമ്മുടെ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കി മാറ്റി. ഇന്ത്യൻ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന മഹത്തായ പരേഡ് നമ്മുടെ വൈവിധ്യത്തിലെ ഐക്യത്തെയും നമ്മുടെ ധീരരായ സൈനികരെയും സമ്പന്നമായ സംസ്കാരത്തെയും വളരുന്ന ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു. ഒരു ഏകാധിപതിയുടെയോ രാജാവിൻ്റെയോ മുന്നിൽ തല കുനിക്കാതെ ഒരു ജനതയെ വാർത്തെടുത്തിട്ട് ഇന്ന് 77 വർഷം തികയുന്നു. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഞാൻ മേഘ ഫ്രം മീഡിയ 7.